ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ക്രിസ്തുവിന്റെ മഹനീയ നാമത്തിൽ എല്ലാവർക്കും സ്നേഹം വന്നു. നമ്മുടെ സഭ കൽപ്പിച്ചാക്കിയ പരിശുദ്ധ വലിയ നോമ്പിന്റെ പരിസമാപ്തിയോട് നാം അടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കർത്താവിന്റെ ബെഥാനിയിൽ നിന്നും യെരുശലേമിലേക്കുള്ള രാജകീയമായ എഴുന്നള്ളത്തിനെ ഓർത്തുകൊണ്ട് ഇന്നേ ദിവസം നാം വളരെ ഭക്തിയാദരവോടുകൂടി ഓശാന പെരുന്നാൾ ആചരിക്കുകയാണ്. ഓശാന എന്ന വാക്കിന്റെ അർത്ഥം സേവ് us now, ഞങ്ങളെ ഇപ്പോൾ രക്ഷിക്കണമേ എന്നാണ്. ഇന്ന് നമ്മൾ പരിശുദ്ധമായ കഷ്ടാനുഭവ ആഴ്ചയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. പരിശുദ്ധ നോമ്പിലെ ഏറ്റവും പ്രധാനവും വിശുദ്ധിയും നിറഞ്ഞ ഒരു കാലത്തിലേക്കാണ് നമ്മുടെ ഈ പ്രവേശനം. നമ്മുടെ പിതാക്കന്മാർ നമ്മെ പഠിപ്പിച്ചതുപോലെ ഏറ്റവും ഒരുക്കത്തോടും പ്രാർത്ഥനയോടും ധ്യാനത്തോടും കൂടി നമുക്ക് വിശുദ്ധ വാരത്തിലെ ശുശ്രൂഷകളിലേക്ക് കടക്കാം. പ്രിയമുള്ളവരെ, ബഹുമാനപ്പെട്ട ജോൺസൺ അച്ഛൻ ഇന്നേ ദിവസം 2 വാക്ക് സംസാരിക്കണമെന്ന് അറിയിച്ചപ്പോൾ ഞാൻ സമ്മതിച്ചുവെങ്കിലും എങ്ങനെ നല്ല ചിന്തകളെ ഇവിടെ അവതരിപ്പിക്കാം എന്നുള്ള കാര്യത്തിൽ എനിക്ക് വലിയ ധാരണയൊന്നുമില്ലായിരുന്നു. കാരണം നല്ല ധ്യാനപ്രസംഗങ്ങൾ കേട്ടിട്ടുള്ള പരിചയമേ എനിക്കുള്ളൂ. വേദപുസ്തക വാക്യങ്ങൾ ഉപയോഗിച്ച് അനർഗളമായ വാക്ചാതുര്യത്തോടെ പ്രസംഗിക്കുന്ന പിതാക്കന്മാർ ഉണ്ടായിരുന്ന ഇപ്പോഴും ഉള്ള ഒരു സഭയാണ് നമുക്കുള്ളത്. അതിനാൽ അല്പസങ്കോചത്തോടെ ഞാൻ തിരഞ്ഞു. അന്വേഷിപ്പീൻ നിങ്ങൾ കണ്ടെത്തും എന്ന് പറഞ്ഞ വേദവാക്യം പോലെ എനിക്കൊരു വാക്യശകലം വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് ലഭിക്കുകയും അതിന് തുരിത്തിരിഞ്ഞ ചില ചിന്താശകലങ്ങൾ നിങ്ങളുടെ മുന്നിൽ വയ്ക്കാൻ എൻ്റെ അല്പബുദ്ധി എന്നെ ഉപദേശിക്കുകയും ചെയ്തു. യേശുവിന്റെ മഹത്വമേറിയ യെരുശലേം പ്രവേശനത്തെ പറ്റി പറയുന്ന 3 സുവിശേഷങ്ങളിലും ഒരുപോലെ രേഖപ്പെടുത്തിയ ഒരു വാക്യമുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം 3-ാം വാക്യം, വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 3-ാം വാക്യം, വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായം 31-ാം വാക്യം. കർത്താവിന് അതിനെക്കുറിച്ച് ആവശ്യമുണ്ട് എന്ന് പറയുക. കർത്താവിന് അതിനെക്കുറിച്ച് ആവശ്യമുണ്ട് എന്ന് പറയുക. ഈ ലോകത്തിൽ നിന്ദ്യമായ പദം കൊണ്ട് വിശേഷിപ്പിക്കുന്ന, എല്ലാവരിലും അപമാനിതനാകുന്ന കഴുതയെ പറ്റിയാണ് ഈ വിശുദ്ധ വേദഭാഗങ്ങൾ പരാമർശിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇന്നേ ദിവസം നാം ധ്യാനിക്കാൻ പോകുന്നത് വലിയ വലിയ കാര്യങ്ങളൊന്നുമല്ല. എല്ലാവരും അപമാനിതനാകുന്ന, നിന്ദിതനും വിരൂപിയുമായ ഈ കഴുതയാണ് നമ്മുടെ ധ്യാന വിഷയം. സൗന്ദര്യത്തിന്റെ, ആഢ്യതയുടെ, ബൗദ്ധികതയുടെ തലങ്ങളിൽ കൂടി നാം പക്ഷികളെയും മൃഗങ്ങളെയും ഒക്കെ വളരെ നന്നായി വിശേഷിപ്പിക്കുകയും കഴുകുകയും ഒക്കെ ചെയ്യാറുണ്ട്. എന്നാൽ കഴുത വിരൂപനാണ്, ബുദ്ധിയില്ലാത്തവനാണ്, വൃത്തിഹീനനാണ്, അധകൃതനാണ്. അവനെ നമ്മൾ വീടിനുള്ളിൽ കയറ്റാറില്ല, താലോലിക്കാറില്ല, വർണ്ണിക്കാറില്ല. പ്രിയമുള്ളവരെ, തിരസ്കരിക്കപ്പെട്ടവരുടെ പ്രതീകമാണ് കഴുത. പലപ്പോഴും പല സാഹചര്യങ്ങളിലും നാം ഒക്കെയും കഴുതകളായി തീർന്നിട്ടുണ്ട്. 2 മാസം മുമ്പ് നമ്മുടെയൊക്കെ മനസ്സിനെ പിടിച്ചു കുലുക്കിയ ഒരു സംഭവം നമ്മുടെ കൊച്ചു കേരളത്തിൽ നടന്നു. ഏറ്റുമാനൂരിൽ നടന്ന ഒരു ആത്മഹത്യ. കുതിച്ചുപാഞ്ഞ ട്രെയിനിന് മുമ്പിൽ കണ്ണടച്ച് ഒരു ശരീരമായി നിന്ന ഒരമ്മയും 2 മക്കളുടെയും ചിത്രം നമ്മുടെ മുമ്പിലുണ്ട്. എല്ലാവരും തിരസ്കരിക്കപ്പെട്ട ഒരമ്മയും 2 കുഞ്ഞുങ്ങളും. ഇങ്ങനെയുള്ള കഴുത ജന്മങ്ങളോട് കർത്താവ് പറയുന്നു, എനിക്ക് നിന്നെ ആവശ്യമുണ്ട്. ഇവിടെ കർത്താവ് ബെഥേനിയയിൽ
യെരുശലേമിലേക്ക് വരുന്നത് ഒരു രാജാവിന്റെ പ്രൗഢിയോടെയാണ്. പക്ഷേ രാജാക്കന്മാരുടെ വാഹനം കുതിര, രഥം, തേര് എന്നിവയൊക്കെയാണെന്ന സങ്കല്പത്തെ തകിടം മറിച്ചുകൊണ്ട് രാജാധിരാജൻ തൻ്റെ വാഹനമാക്കിയത് ലാളിത്യത്തിൻ്റെയും വിനയത്തിൻ്റെയും തിരസ്കരണ പാത്രങ്ങളുടെ പ്രതീകമായ കഴുതക്കുട്ടിയെയാണ്. ക്രിസ്തുവിൻ പ്രിയരെ, ഈ കഴുത നമ്മെ കുറിച്ച് പാഠങ്ങൾ പഠിപ്പിക്കുന്നു. പലപ്പോഴും കർത്താവിൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങളും പഠിപ്പിക്കലുകളും നാം എല്ലാം പഠിക്കുമ്പോൾ തൃണവൽക്കരിക്കപ്പെട്ട ഒരു കഥാപാത്രമാണ് ഈ കഴുത. കർത്താവ് തനിക്കായി തിരഞ്ഞെടുത്ത ഈ കഴുതക്കുട്ടിയുടെ ഗുണങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. പ്രിയപ്പെട്ടവരെ, ഒരിക്കലെങ്കിലും കഴുതയുടെ ഗുണങ്ങൾ നമ്മൾ ചിന്തിക്കുകയോ പഠിക്കുകയോ ചെയ്തിട്ടുണ്ടാവില്ല. ഒരു ഗുണവുമില്ലാത്തവരെയാണ് പലപ്പോഴും നാം കഴുതകളായി കാണാറുള്ളത്. എന്നാൽ കർത്താവിൻ്റെ വാഹനമായ കഴുത നമുക്ക് തരുന്ന പാഠങ്ങൾ ക്രിസ്തീയ ജീവിതയാത്രയിൽ നമുക്ക് തരുന്ന മാർഗദർശനങ്ങളാണ്. മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ നമുക്കിവ വായിച്ചെടുക്കാം. ആദ്യമായി മശിഹാ തമ്പുരാൻ തനിക്ക് സഞ്ചരിക്കുവാനുള്ള വാഹനമായ